ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്നും അതുപോലെ ബ്രഹ്മമുഹൂർത്ത വിളക്ക് കൊളുത്തി പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞു. ഇപ്പം ഞാൻ ബ്രഹ്മമുഹൂർത്ത വിളക്ക് കൊളുത്താൻ തുടങ്ങിയിട്ട് ഇന്ന് 45 ദിവസമായിട്ടുണ്ട്. പീരീഡ് ദിവസം ഇട്ട് മൊത്തം 45 ദിവസമായിട്ടുണ്ട്. 48 ദിവസം വരെ കൊളുത്തണമെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അപ്പോൾ ഈ 48 ദിവസം കഴിഞ്ഞ് കണ്ടിന്യൂ ചെയ്യണമെന്നറിയില്ല, ചെയ്യണമെന്നുണ്ടായിരുന്നു. അപ്പം നമ്മൾ പ്രത്യേകം ഒരാഗ്രഹം പറഞ്ഞ് ചെയ്യുന്നതായതുകൊണ്ട് അത് നിർത്തിയിട്ട് പിന്നെ അടുത്തത് കുറച്ച് ഗ്യാപ്പിട്ട് ചെയ്യണമെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പം നിങ്ങൾ അറിയാവുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ നന്നായിരുന്നു. പലരും ഇതുപോലെ വിളക്ക് എടുത്ത് പ്രാർത്ഥിച്ച് ആഗ്രഹം നേടിയിട്ടുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തെങ്കിൽ നന്നായിരുന്നു. ഞാൻ ആഗ്രഹിച്ച അത് സക്സസ് ആയിട്ടില്ല, പക്ഷേ അതിനോടടുത്ത് വരുന്നുണ്ട്. അപ്പോൾ അതെൻ്റെ ആഗ്രഹം സാധിച്ചു കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ഞാൻ വിളക്ക് കൊളുത്തുന്നത്. അപ്പോൾ അത് സാധിച്ചു കിട്ടുന്നിടം വരെ വിളക്ക് കൊളുത്തണോ അതോ 48 ദിവസം കൊളുത്തി നിർത്തണോ എന്നറിയില്ല. അറിയാവുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ നന്നായിരുന്നു. പിന്നെ ഇപ്പം അതുപോലെ നമ്മൾ രാവിലത്തെ കാപ്പി പരിപാടിയാണ്. ഇന്ന് വെള്ളക്കടലയാണ് കറി വയ്ക്കാൻ എടുത്തത്. അപ്പം ഇതുപോലെ കൊപ്ര ഉണ്ടായിരുന്നു. കൊപ്ര എടുത്താണ് ഇവിടെ ഉള്ളവരെല്ലാം ഇങ്ങനെ മസാല ഉണ്ടാക്കുന്നത്. പക്ഷേ ഞാൻ നമ്മുടെ തേങ്ങ ഉണക്കി വെക്കാറുണ്ടേ. നാട്ടിൽ പോകുമ്പം കുറച്ച് തേങ്ങാപ്പീര ഉണക്കി കൊണ്ടുവരാറുണ്ട്. അപ്പം അതരച്ചാണ് ഇന്ന് കറി വെച്ചത്. നല്ല ടേസ്റ്റി ആയിട്ടുണ്ടായിരുന്നു കറി. അതിനുശേഷം പിന്നെ നമ്മുടെ അഭിജിത്ത് നക്ഷത്രം ആയിരുന്നല്ലോ, ആ വിളക്കും കൊളുത്തി പ്രാർത്ഥിച്ചിട്ടുണ്ട്. എല്ലാ വിളക്ക് കൊളുത്തിയും എല്ലാം നമ്മുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. എല്ലാ ദൈവങ്ങളോടും ഒരാഗ്രഹം പറഞ്ഞ് തന്നെയാണ് പ്രാർത്ഥിക്കുന്നത്. എല്ലാ ശക്തിയും ഒന്ന് തന്നെയല്ലേ. അപ്പം നമ്മൾ എല്ലാ ഇഷ്ടദൈവങ്ങളോടും ഒരാഗ്രഹം പറഞ്ഞ് പ്രാർത്ഥിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ലല്ലോ. അപ്പം അങ്ങനെ തന്നെയാണ് പ്രാർത്ഥിക്കുന്നത്. പ്രാർത്ഥനാ സമയത്ത് മാത്രമല്ല, വെറുതെ നിൽക്കുമ്പോഴും ജോലി ചെയ്യുമ്പോഴും എല്ലാം നമ്മുടെ ആഗ്രഹം പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. അപ്പം പുതിയൊരു വീഡിയോയുമായി നമുക്ക് നാളെ കാണാം.